നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ, അതായത് CDS2 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പരീക്ഷയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ UPSC നടത്തുന്ന CDS2 എക്സാം വഴി സെലക്ട് ആവുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SSC നോൺ ടെക്നിക്കൽ കോഴ്സിലേക്ക് ചേരാനുള്ള അവസരവുമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 17 ഒഫീഷ്യൽ വെബ്സൈറ്റ് upsc.gov.in. അപേക്ഷിക്കാനുള്ള ലിങ്ക് upsconline.nic.in. ഇപ്പോൾ പുതിയ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിലൂടെയാണ് അപേക്ഷിക്കാനുള്ളത്. 4 സ്റ്റേജസ് ആണ് അതിൽ വരുന്നത്: അക്കൗണ്ട് ക്രിയേഷൻ, യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ കോമൺ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് എക്സാം സ്പെസിഫിക് മൊഡ്യൂൾ. ഇപ്പൊ ഈ പോർട്ടൽ ഉപയോഗിച്ച് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷയോടൊപ്പം ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫ്, അതേപോലെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ്സ്, മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൂടി അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോ ID കാർഡ് നിർബന്ധമാണ്. അതായത് ആധാർ, വോട്ടേഴ്സ് ID അല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഏതെങ്കിലും സർക്കാർ അംഗീകരിച്ച ഫോട്ടോ ID കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ID കാർഡ് എല്ലാ ഘട്ടങ്ങളിലുള്ള പരിശോധനയ്ക്ക് ഉപയോഗിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അത് കൊടുക്കുക. UPSC ആധാർ കാർഡ് ഉപയോഗിക്കാനാണ് നിർദ്ദേശിക്കുന്നത്, കാരണം അതിലൂടെ വെരിഫിക്കേഷൻ വേഗത്തിൽ നടക്കും. നെക്സ്റ്റ്, അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് ഏകദേശം ഒരാഴ്ച മുമ്പ് UPSC വെബ്സൈറ്റിൽ കൂടി മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യപേപ്പറിൽ തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അതേപോലെ ചോദ്യങ്ങളിലെ പരാതികൾ സമർപ്പിക്കാൻ പരീക്ഷ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് 7 ദിവസത്തിനുള്ളിൽ മാത്രം നമുക്ക് പരാതികൾ സമർപ്പിക്കാനായിട്ടും സാധിക്കും. അതിന്റെ പോർട്ടലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OMR ആൻസർ ഷീറ്റ് എഴുതുമ്പോൾ ബ്ലാക്ക് പെൻ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. UPSC നടത്തുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ CDS2 സെപ്റ്റംബർ 14 നടത്തുന്നത്. അപ്പൊ ഈ പരീക്ഷയിലൂടെ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിൽ സേവനം നടത്താൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരു മികച്ച അവസരമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പരീക്ഷയിലൂടെ നടത്തപ്പെടുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്, ആ കോഴ്സ് ആരംഭിക്കുന്ന ഡേറ്റ്, അതേപോലെ വേക്കൻസീസ്, ഇതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി IMA ഡെറാഡൂൺ കോഴ്സ് ആരംഭിക്കുന്നത് ജൂലൈ 2026 ഒഴിവുകൾ 100. ഇതില് 13 NCC C സർട്ടിഫിക്കറ്റ് ആർമി വിങ് ഉള്ളവർക്കായിട്ട് ഉള്ളതാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ നേവൽ അക്കാഡമി INA ഏഴിമല ജൂലൈ 2026 ആരംഭിക്കുന്നത്. വേക്കൻസീസ് 26. ഇതില് 6 NCC C നേവൽ വിങ് ഉള്ളവർക്കും 2 ഹൈഡ്രോ ബ്രാഞ്ചിനും ആയിട്ട് ഉള്ളതാണ്. നെക്സ്റ്റ്, എയർഫോഴ്സ് അക്കാഡമി AFA ഹൈദരാബാദ് ജൂലൈ 2026 കോഴ്സ് ആരംഭിക്കുക. വേക്കൻസീസ് 32. ഇതിൽ 3 NCC C എയർ വിങ് ഉള്ളവർക്കായിട്ട് സ്പെഷ്യൽ എൻട്രി യിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി OTA ചെന്നൈ കോഴ്സ് ആരംഭിക്കുന്നത് മെന്നിന് ഒക്ടോബർ 2026 ഒഴിവുകൾ 276. അതേപോലെ വുമണ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി OTA ചെന്നൈ വുമണിനുള്ളത് ഒക്ടോബർ 2026 ആരംഭിക്കുന്നത്, ഒഴിവുകൾ 19. അങ്ങനെ മൊത്തം ഒഴിവുകളുള്ളത് 453. അപ്പോ പുരുഷന്മാർക്ക് IMA INA AFA OTA എന്നിങ്ങനെ വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അപ്പൊ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കുന്നത് OTA വഴി മാത്രമാണ്. അതായത് SSC കോഴ്സിൽ മാത്രമേ അവർക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അപേക്ഷിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന നമുക്ക് പ്രിഫറൻസ് ഉള്ള കോഴ്സ് ഏതാണ്, അത് മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുത്ത് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ എയർഫോഴ്സ് അക്കാഡമി തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള കമ്പ്യൂട്ടർ പൈലറ്റ് സെലക്ഷൻ ടെസ്റ്റും അതേപോലെ എയർഫോഴ്സ് മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കോഴ്സിന് അവസരം ലഭിച്ചാൽ അത് നിങ്ങൾ നിരസിക്കുകയാണെങ്കിൽ മറ്റു കോഴ്സുകൾക്ക് അവസരം ലഭിക്കില്ല. അതുപോലെ തന്നെ OTA പ്രിഫറൻസ് നൽകിയില്ലെങ്കിലും, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തില്ലെങ്കിലും IMA INA AFAയില് വേക്കൻസി ലഭിക്കാതെ പോയിട്ടുള്ള യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ OTAയിലേക്ക് മെറിറ്റ് പ്രകാരം പരിഗണിക്കും. അതേപോലെ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കുന്നത് OTA വഴി മാത്രം ആണ്. അതും ഷോർട്ട് സർവീസ് കമ്മീഷൻ SSC നോൺ ടെക്നിക്കൽ കോഴ്സിന് മാത്രമേ ഉള്ളൂ. സോ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് OTA മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുള്ള എക്സ്ട്രാ കൺസിഡറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് IMA, INA, AFA കോഴ്സുകളിൽ സംവരണ ഒഴിവുകളുണ്ട്. എന്നാൽ OTAയിലേക്ക് NCC റിസർവേഷൻ ഇല്ല. അവർക്ക് ജനറൽ ആയിട്ട് അപേക്ഷിക്കാം. അതേപോലെ റിട്ടൺ എക്സാമിനേഷൻ വിജയിച്ചവർക്ക് SSB മുഖേന, അതായത് SSB എന്നത് സർവീസസ് സെലക്ഷൻ ബോർഡ് മുഖേന ഇന്റലിജൻസ് ടെസ്റ്റും അതേപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എലിജിബിലിറ്റി, എക്സാം സെന്റേഴ്സ്, നാഷണാലിറ്റി, ഏജ് ലിമിറ്റ് എന്നിവയുടെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ എക്സാം സെന്റേഴ്സ് നോക്കാം. CDS2 എക്സാമിന് 70-ലധികം കേന്ദ്രങ്ങളുണ്ട്. അതിൽ കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. മറ്റ് പ്രധാന കേന്ദ്രങ്ങൾ ചെന്നൈ, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, ജയ്പൂർ, പാട്ന, ലക്നൗ, വിജയവാഡ, അതേപോലെ വിശാഖപട്ടണം തുടങ്ങിയവയാണ്. അപ്പോൾ നമുക്ക് നാഷണാലിറ്റി നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ നേപ്പാൾ സിറ്റിസണിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ബർമ, ശ്രീലങ്ക, വിയറ്റ്നാം മുതലായ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്ഥിരതാമസമായിട്ട് വന്ന ഇന്ത്യൻ വംശജരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗൂർഖകളായ നേപ്പാൾ പൗരന്മാർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏജ്, ജെൻഡർ, മെറിറ്റൽ സ്റ്റേറ്റസ് ഇതൊക്കെ നോക്കാം. IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ജൂലൈ 2, 2002 ജൂലൈ 1, 2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. നെക്സ്റ്റ് INA ഇന്ത്യൻ നേവൽ അക്കാഡമി, അതും അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 2, 2002 ജൂലൈ 1, 2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. AFA എയർഫോഴ്സ് അക്കാഡമി, ഏജ് 20 മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 2, 2002 ജൂലൈ 1, 2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പൊ CPL ഉള്ളവർക്ക് 26 വയസ്സ് വരെ, അപ് ടു 26 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. CPL എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ആണ്. അതുള്ളവർക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 25 വയസ്സിന് താഴെയുള്ളവര് വിവാഹിതരല്ലാത്തവരായിരിക്കണം. അതേപോലെ 25 വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ പുരുഷന്മാർക്കും അപേക്ഷിക്കാം. പക്ഷേ പരിശീലന കാലത്ത് വിവാഹിതരുടെ താമസ സൗകര്യം ഇവർക്ക് ലഭിക്കില്ല. അതേപോലെ കുടുംബത്തോടൊപ്പം താമസിക്കുവാനും അനുവദിക്കുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മെൻ SSC അർഹതയുള്ളവര് വിവാഹം കഴിക്കാത്ത പുരുഷന്മാർ അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 2, 2001 മുതൽ ജൂലൈ 1, 2007 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അതേപോലെ OTA വുമൺ നോൺ ടെക്നിക്കൽ അർഹതയുള്ളവര് അൺമാരിഡ് വിമൺ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ വിഡോസ്, ഡിവോഴ്സീസ് ഇവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 2, 2001 മുതൽ ജൂലൈ 1, 2007 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതേപോലെ ഫീസ് വിവരങ്ങളും നോക്കാം. IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ആൻഡ് OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് INA ഇന്ത്യൻ നേവൽ അക്കാഡമിക്ക് വേണ്ട യോഗ്യത എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവശ്യമാണ്. അതിനടുത്തത് AFA എയർഫോഴ്സ് അക്കാഡമി ഒരു അംഗീകൃത ബിരുദം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിലും മതിയാകും. അതുപോലെ തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അവസരം ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. അവസാന വർഷം അല്ലെങ്കിൽ സെമസ്റ്ററിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. നമ്മൾ ഈ SSB ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം മുടങ്ങുമ്പോഴേക്ക് നമ്മൾ ഡിഗ്രി പാസ്സായതായിട്ട് തെളിയിച്ചിരിക്കണം. IMA, INA, AFA കോഴ്സുകൾ 2026 ജൂലൈ 1 ആരംഭിക്കും. അതേപോലെ OTA 2026 ഒക്ടോബർ 1 ആരംഭിക്കും. അതേപോലെ ഇനി ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിനും OBC കാറ്റഗറിക്കും 200 രൂപയാണ് ഫീസ് വരുന്നത്. SC ST വിഭാഗത്തിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. അതേപോലെ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, ഇന്റർനെറ്റ് ബാങ്കിങ് ഇതിലൂടെ മാത്രമേ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ നോട്ട്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസ് സർവീസിലേക്ക് വിലക്കുള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ AFAയിൽ ഫ്ലൈയിങ് ട്രെയിനിങ് വിജയിക്കാതെ വന്നാൽ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്ക് മാറാമെന്നും പറഞ്ഞിട്ടുണ്ട്, ഒഴിവുകളുണ്ടെങ്കിൽ മാത്രം. അതേപോലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഒരേ സമയം ബോണഫൈഡ് സർട്ടിഫിക്കറ്റും അതേപോലെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അപ്പൊ നമുക്കിനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. ഹൈറ്റ് ആർമി മെയിൽ കുറഞ്ഞത് 157.5 സെന്റിമീറ്റർ, നേവി മെയിൽ 157 സെന്റിമീറ്റർ,
എയർഫോഴ്സ് മെയിൽ 162.5 സെന്റിമീറ്റർ, OTA ഫീമെയിൽ 152 സെന്റിമീറ്റർ. അപ്പോൾ ഉയരത്തിന് അനുയോജ്യമായിട്ടുള്ള ശരീരഭാരം ഉണ്ടാകണം. അതേപോലെ ചെസ്റ്റ് മെയിലിന് വേണ്ടത് കുറഞ്ഞത് 81 സെന്റിമീറ്റർ, എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. ഐസൈറ്റ് ആർമി അതേപോലെ നേവിക്ക് 6/6, 6/9 ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. UPSC online.nic.in എന്ന വെബ്സൈറ്റിലൂടെ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ അപേക്ഷയിൽ ജനനത്തീയതി അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് കൂടി അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഒറ്റത്തവണ അപേക്ഷ സമർപ്പിച്ചാൽ പിന്നെ അതിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫോം പൂരിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SSBയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതേപോലെ തന്നെ SSB ഇന്റർവ്യൂ സമയത്ത് ആവശ്യമായിട്ടുള്ള രേഖകളെ കുറിച്ചാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. SLC സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അത് ജനനത്തീയതി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, പിന്നെ അവസാന വർഷ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ കോളേജ് പ്രിൻസിപ്പലിന്റെ സർട്ടിഫിക്കറ്റ്. ഈ രേഖകൾ SSBയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് SSB ഇന്റർവ്യൂ, പിന്നെ അതേപോലെ തന്നെ ഫൈനൽ റിസൾട്ട്, അഡ്മിഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് SSB ഇന്റർവ്യൂവിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. SSB ടെസ്റ്റ് 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. സ്റ്റേജ് 1 സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതേപോലെ തന്നെ ഇന്റലിജൻസ് ടെസ്റ്റും ഉൾപ്പെടും. സെക്കൻഡ് സ്റ്റേജിൽ നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് നടക്കും. ഇവിടെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂസ്, സൈക്കോളജിക്കൽ അസസ്മെന്റ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ സ്റ്റേജ് 1 അർഹത നേടിയാൽ മാത്രമേ സ്റ്റേജ് 2 പ്രവേശനം ലഭിക്കൂ. അപ്പോൾ സ്റ്റേജ് 2 ഉൾപ്പെടുന്നവർക്കാണ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ റിട്ടൺ എക്സാമിനേഷനും SSB ടെസ്റ്റും അനുസരിച്ച് മൊത്തം മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം. എക്സാം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ആണ്. രണ്ടാമത്തതാണ് SSB ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ റിട്ടൺ എക്സാമിനേഷന്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണ്, സമയപരിധി, ആകെ മാർക്ക് എത്രയൊക്കെയാണെന്ന് നോക്കാം. IMA INA എയർഫോഴ്സ് അക്കാഡമി പ്രവേശനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് 2 മണിക്കൂർ 100 മാർക്ക്, ജനറൽ നോളജ് 2 മണിക്കൂർ 100 മാർക്ക്, എലിമെന്ററി മാത്തമാറ്റിക്സ് 2 മണിക്കൂർ. അങ്ങനെ ടോട്ടൽ റിട്ടൺ മാർക്സ് എന്ന് പറയുന്നത് 300 ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി OTA പ്രവേശനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സബ്ജക്ട് വരുന്നത് ഇംഗ്ലീഷ് 2 മണിക്കൂർ 100 മാർക്ക്, ജനറൽ നോളജ് 2 മണിക്കൂർ 100 മാർക്കാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ റിട്ടൺ മാർക്സ് 200 വരും. സോ IMA INA AFA എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ 3 വിഷയങ്ങളാണ് വരുന്നത്. OTA പരീക്ഷ എഴുതുന്നവർക്ക് 2 വിഷയങ്ങൾ ഉണ്ടാകും. ഇപ്പൊ എല്ലാ പരീക്ഷകൾക്കും 2 മണിക്കൂർ വീതം സമയപരിധി മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഓരോ അക്കാദമിക്കുമുള്ള ഫൈനൽ സെലക്ഷൻ വരുന്നത് റിട്ടൺ ടെസ്റ്റ് പ്ലസ് SSB ഇന്റർവ്യൂ, ഇതിലെ മൊത്തം മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി നമുക്ക് പരീക്ഷാ സിലബസും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ്സും നോക്കാം. സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് എലിമെന്ററി മാത്തമാറ്റിക്സ് വരുന്നത് 10ാം ക്ലാസ് തലത്തിലായിരിക്കും. അതേപോലെ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ നോളജ് വരുന്നത് ഒരു ഡിഗ്രി തലത്തിലുള്ളതായിരിക്കും. സിലബസ് നോക്കാം നമുക്ക്. ഇംഗ്ലീഷ് കോഡ് നമ്പർ 11. ഈ പേപ്പർ വരുന്നത് അതിന്റെ പ്രധാന ഭാഗങ്ങളായിട്ട് വരുന്നത് വെക്കാബുലറി, ഗ്രാമർ, സെന്റൻസ് ഫോർമേഷൻ, കോംപ്രിഹെൻഷൻ, എറർ സ്പോട്ടിംഗ്, ഇതൊക്കെ ആയിരിക്കും പ്രധാന ഭാഗങ്ങൾ. ജനറൽ നോളജ് കോഡ് നമ്പർ 12. അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് കറണ്ട് അഫയേഴ്സ്, ഡെയിലി സയൻസ്, ഇന്ത്യൻ ഹിസ്റ്ററി, അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി. അതേപോലെ തന്നെ എലിമെന്ററി മാത്തമാറ്റിക്സ് കോഡ് നമ്പർ 13. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് അരിത്തമെറ്റിക് ഉണ്ടായിരിക്കും. അതേപോലെ എലിമെന്ററി നമ്പർ തിയറി, ഓൾജിബ്ര, ട്രിഗണോമെട്രി, ജിയോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയുമായിരിക്കും വരുന്നത്. നെക്സ്റ്റ് പാർട്ട് സി ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് SSB ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളതാണത്. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ വരുന്നത്. സ്റ്റേജ് 1 ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ്, അതേപോലെ തന്നെ രണ്ടാമത്തത് പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ്. ഇങ്ങനെയാണ് SSB 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റേജിലാണ് സ്റ്റേജ് 1 ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ് OIR വരുന്നത്. നെക്സ്റ്റ് പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് വരും. അപ്പൊ ഈ ഘട്ടം പാസ്സായാൽ മാത്രമേ സ്റ്റേജ് 2 പോകാൻ കഴിയൂ. സ്റ്റേജ് 2 വരുന്നത് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ വരുന്നുണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ്, ഓഫീസർ ടാസ്ക് വരുന്നുണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്, കോൺഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നോക്കി മൂല്യനിർണ്ണയം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അവിടെ.
ഇന്റർവ്യൂയിങ് ഓഫീസർ, അതേപോലെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ, സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ടെസ്റ്റിനും വേർതിരിച്ച മാർക്കില്ല. കാൻഡിഡേറ്റിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്ക് നൽകുന്നത്. CDS-2 എക്സാമിന്റെ ആദ്യഘട്ടമായ റിട്ടേൺ എക്സാം വിജയകരമായിട്ട് പാസ്സാകുന്ന കാൻഡിഡേറ്റ്സിനെയാണ് SSB ഇന്റർവ്യൂയിലോട്ട് വിളിക്കുന്നത്. അപ്പോൾ UPSC നിശ്ചയിച്ചുള്ള മാർക്കുകൾ നേടേണ്ടത് അനിവാര്യമാണ്. മെറിറ്റ് ലിസ്റ്റ് പ്രകാരമാണ് തുടർന്നുള്ള സെലക്ഷൻ ഘട്ടങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.